എന്താണ് പശ്ചാത്താപം? നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ നമുക്ക് പഠിപ്പിച്ചു തന്നതുപോലെ റബ്ബ് സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു സന്ദർഭം, ഒരു പാപിയായ അടിമ ജീവിതത്തിൽ തെറ്റുകളും കുറ്റങ്ങളും ചെയ്ത് അവസാനം മനസ്സിൽ പശ്ചാത്താപമുണ്ടാകുമ്പോൾ നിറഞ്ഞ കണ്ണുകളുമായി അള്ളാഹിൻ്റെ മുന്നിൽ വന്നിട്ട്, എൻ്റെ റബ്ബേ, എനിക്ക് നീ പുറത്തു തരണേ, നീയല്ലാതെ പാപം പൊറുക്കാൻ മറ്റാരുമില്ല, നിൻ്റെ മുന്നിലല്ലാതെ എനിക്ക് സങ്കടങ്ങൾ പറയാനില്ല, നിൻ്റെ മുന്നിലല്ലാതെ വേദനകളുടെ ഭാണ്ഡക്കെട്ടുകൾ എനിക്ക് ഇറക്കി വെക്കാനില്ല, നാഥാ കൈവിടരുതേ, കണ്ണുനീരിൻ്റെ തുള്ളികളുടെ അകമ്പടിയോടെ ഗദ്ഗദകണ്ഠമായ വാക്കുകളുമായി നുറുങ്ങുന്ന ഹൃദയവുമായി ഒരടിമ റബ്ബിൻ്റെ മുന്നിലേക്ക് കൈവെക്കുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല അതിനേക്കാൾ സന്തോഷിക്കുന്ന മറ്റൊരു സന്ദർഭമില്ല. അതൊരു നീറ്റലാണ് സഹോദരങ്ങളെ. ഹൃദയത്തിൻ്റെ അകത്തുണ്ടാകുന്ന, മനസ്സിൻ്റെ അകത്തുണ്ടാകുന്ന നീറ്റൽ എപ്പോഴാണ് ആ നീറ്റൽ നമ്മുടെ മനസ്സിലുണ്ടാവുക? നാം നമ്മുടെ റബ്ബിനെ തിരിച്ചറിയുമ്പോഴാണ്. അവൻ നമുക്ക് ചെയ്തു തന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ, എണ്ണിയാലൊടുങ്ങാത്ത പടച്ച റബ്ബിൻ്റെ അനുഗ്രഹങ്ങൾ ഓർക്കുമ്പോൾ നമ്മളറിയാതെ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുന്ന ഒരവസ്ഥ. റബ്ബേ, ഇത്രയും അനുഗ്രഹങ്ങൾ നീ എനിക്ക് ചെയ്തു തന്നിട്ട് എൻ്റെ അധ്വാനമില്ലാതെ, എൻ്റെ ആവശ്യമില്ലാതെ, ഞാനൊന്ന് ചോദിക്കുക പോലും ചെയ്യാതെ ഇക്കാണുന്ന അനുഗ്രഹങ്ങൾ മുഴുവൻ നീ എനിക്ക് ചെയ്തു തന്നിട്ടും റബ്ബേ, രാവും പകലും പാപപങ്കിലും ആയ ജീവിതമാണ് പകരമായി ഞാൻ നിന്റെ മുന്നിൽ കാഴ്ചവെച്ചത് എന്ന തിരിച്ചറിവ് ഒരു നിമിഷം മനസ്സിനെ കീഴടക്കുമ്പോൾ മനസ്സിൻ്റെ അകത്തുണ്ടാകുന്ന ഒരു പൊള്ളലുണ്ടല്ലോ, ഒരു നീറ്റലുണ്ടല്ലോ സഹോദരങ്ങളെ, ആ നീറ്റലിനാണ് യഥാർത്ഥത്തിൽ പശ്ചാത്താപം എന്ന് പറയുന്നത്. ഓർമ്മയുണ്ട്, 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു റമദാനിൽ പള്ളിയിൽ ഇഅ്തികാഫിരിക്കുന്ന സമയം 15-16 വയസ്സുള്ളൊരു കുട്ടി അസ്ർ നമസ്കാരത്തിന് ശേഷം പള്ളിയിൽ അങ്ങനെ ഇരിക്കുന്ന സമയം അവന് അടുത്ത് വന്നിരിക്കുക. എന്നിട്ട് അവൻ സംസാരിക്കാൻ തുടങ്ങി. പക്ഷെ സംസാരിക്കാൻ അവന് കഴിയുന്നില്ല, അവൻ്റെ വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല, കണ്ണുകൾ നിറയാൻ, കവിൾത്തടത്തിലൂടെ കണ്ണുനീരിങ്ങനെ ചാലിട്ടൊഴുകാൻ അവന് കൈപിടിച്ചിട്ട് എന്തൊക്കെയോ പറയണമെന്നുണ്ട്. അവസാനം കരച്ചിലടങ്ങുന്നത് വരെ കാത്തുനിന്ന് അവൻ സംസാരിക്കാൻ തുടങ്ങി. ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്, ആരും കാണാച്ചപ്പോൾ എൻ്റെ മൊബൈലുകളിൽ ഞാൻ ഒരുപാട് വൃത്തികേടുകൾ കണ്ടിട്ടുണ്ട്, എൻ്റെ റബ്ബിന് നിരക്കാത്ത ഒരുപാട് സംഗതികൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. അവനെ സമാധാനിപ്പിച്ചിട്ട്, മോനെ, അള്ളാഹുവിൻ്റെ കാരുണ്യം പ്രവിശാലമാണ്, നീ വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ വലുതാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം, അതുകൊണ്ട് ഒരിക്കലും അതിൽ നിരാശപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോൾ വേദനയോട് ആ യുവാവ് വീണ്ടും പറഞ്ഞത്, ഇല്ല, എനിക്ക് തോന്നുന്നില്ല, കാരണം എനിക്ക് അറിയാം എൻ്റെ തെറ്റിൻ്റെ ആധിക്യം എത്രയാണെന്ന്, എൻ്റെ റബ്ബ് എനിക്ക് തന്ന അനുഗ്രഹത്തിൻ്റെ അളവ് എത്രയാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് എനിക്ക് പശ്ചാത്താപം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ അവരോട് പറഞ്ഞത്, മോനെ, ഇത് നിന്റെ ജഹാലത്ത് മാത്രമാണ്, ഇത് നിന്റെ വിവരക്കേട് മാത്രമാണ്. തെറ്റുകൾ എത്ര തന്നെ ചെയ്താലും, പാപങ്ങൾ എത്ര തന്നെ ചെയ്താലും അതെല്ലാം പൊറുക്കാൻ ലോകത്തിന്റെ രക്ഷിതാവ് തയ്യാറാണ്. സൂറത്തു സുമറിലെ ആയത്താണ് അന്നവൻ ഓതിക്കൊടുത്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കുക, യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, സ്വന്തത്തോട് അക്രമങ്ങൾ ചെയ്ത എൻ്റെ അടിയാറുകളെ, എൻ്റെ അടിമകളെ, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശപ്പെടരുത്, അല്ലാഹുവിൻ്റെ റഹ്മത്തിൽ നിങ്ങൾ നിരാശപ്പെടരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, പാപങ്ങളത് കടലിൻ്റെ നുരകൾക്ക് സമാനമാണെങ്കിലും, ആകാശത്തിൻ്റെ അനന്തതയ്ക്ക് സമാനമാണെങ്കിലും, ഭൂമിയുടെ പ്രതലത്തിലെ മണൽത്തരികൾക്ക് സമാനമാണെങ്കിലും, അതിൻ്റെ ആധിക്യം നിന്റെ മനസ്സുകൊണ്ട് കണക്ക് കൂട്ടാൻ പറ്റാത്തത്രയും വലുതാണെങ്കിലും, ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, ആ പാപങ്ങളെല്ലാം റബ്ബ് പുറത്തു തരുന്നതാണ്, അള്ളാഹു മാപ്പ് നൽകുന്നതാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സുമറിൽ തന്നെ അവൻ്റെ ഒരു സിഫത്ത് വളരെ വ്യക്തമായി നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹ് പറയാൻ, നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം വഅന്ന അദാബി
ഹുവൽ അദാബുൽ അലീം. നബിയെ പറഞ്ഞു കൊടുക്കുക, നബിയെ വിവരമറിയിച്ചു കൊടുക്കുക. ഇബാദി, എൻ്റെ അടിമകളോട് പറഞ്ഞു കൊടുക്കണം നബിയെ, അന്നി, എന്നെ കുറിച്ച്, അന്നി അനൽ ഗഫൂറുർ റഹീം, ഞാൻ അങ്ങേയറ്റം പൊറുക്കുന്നവനും കരുണാവാരിധിയുമാണ്. വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം. എന്നാൽ എനിക്ക് മറ്റൊരു സിഫത്ത് കൂടിയുണ്ട്. എന്താണത്? വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം. എൻ്റെ അദാബാകട്ടെ, എൻ്റെ ശിക്ഷയാകട്ടെ, അത് വേദനാജനകമായ ശിക്ഷയാണ്, ഭയാനകമായ ശിക്ഷയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വന്തത്തെക്കുറിച്ച് നമ്മളോട് പരിചയപ്പെടുത്തി തരാ. നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം, ഞാൻ അങ്ങേയറ്റം കാരുണ്യവാനാണ്, അങ്ങേയറ്റം പൊറുക്കുന്നവനാണെന്ന് നബിയെ എൻ്റെ പ്രിയപ്പെട്ട അടിമകൾക്ക് എന്നെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയാൻ.